എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പം നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. വരും നമുക്ക് അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാഷ്നട്ട് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സ് ഒരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹോർലിക്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 6 ടീസ്പൂണോളം പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈന്തപ്പഴം കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാനത് ചെയ്തില്ല, അപ്പോൾ കുറച്ച് സമയം എടുത്തൊന്ന് അരഞ്ഞ് വരാനായിട്ട്. അപ്പോഴത്തേ നമ്മളിത് പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നവരെ ഒന്ന് കറക്കിയെടുക്കാം. അതിന് ശേഷം നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ പാല് കട്ടപ്പാലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിപ്പം കട്ടയായില്ല. കുറച്ച് നേരം ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ടും കട്ടയായില്ലായിരുന്നു. പിന്നെ ഒത്തിരി തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇനി ബാക്കി ചേരുവകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം നമ്മൾ കുതിർത്തില്ലെങ്കിൽ കുറച്ച് സമയം എടുക്കുകയും ഇതൊന്ന് റെഡിയായി വരാനായിട്ട്. അപ്പം നമ്മൾ കാഷ്നട്ട് കുതിർത്താനിടുന്ന കൂടെ തന്നെ ഈ ഈന്തപ്പഴവും കുറച്ച് നേരം ഒന്ന് കുതിർത്താനിടണേ. അപ്പോൾ നമ്മൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്നട്ടാണ്. കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഹോർലിക്സ് എടുത്ത് വെച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള പാല് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കട്ടയായിരിക്കണം. ഇത് കട്ടയല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുന്തിരി നന്നായിട്ട് ഇത് അരഞ്ഞ് വരത്തില്ല. കാരണം കുറച്ച് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അതിനുശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ അടിപൊളി ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുവാണ്. മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്കാണ്. അപ്പം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. അപ്പം ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.